ആദർശത്തിന്റെ ഭാഗമായി അടയാളപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് ഒരു വിശ്വാസി ആനന്ദം കൊള്ളുന്നത്. ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ. പല സ്ഥലങ്ങളിലും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ ജീവിച്ചിരുന്നൊരു ഹൈന്ദവ കവിയുണ്ട്. ആ ഹൈന്ദവ കവി പ്രവാചകനെ പ്രേമിച്ചു, കവിത എഴുതാൻ തുടങ്ങി. അപ്പൊ ഹൈന്ദവ സഹോദരന്മാര് ചോദിച്ചു, എടോ നിങ്ങൾ എന്തിനാ ഈ മുഹമ്മദ് നബിയുടെ ചരിത്രവും അവിടുത്തെ പ്രകീർത്തനവും ഒക്കെ പറയുന്നത്? നിങ്ങൾ എന്തിനാ മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കുന്നത്? അത് ഇസ്ലാമിന്റെ പ്രവാചകനല്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞ കവിതയാണ് മേ ഹിന്ദു ഭി തലബഗാരേ മുഹമ്മദ് ഭി ഹേ. ഞാൻ ഹിന്ദുവാണ്, അതോടൊപ്പം തന്നെ ഞാൻ പ്രവാചകന്റെ പ്രേമിയാണ്. അതുകൊണ്ട് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് ആ കൗസർ അലി കൗസരി എന്ന് പിൽക്കാലത്ത് പേര് സ്വീകരിച്ച ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഹൈന്ദവ കവി അദ്ദേഹത്തിന്റെ പേന കൊണ്ട് പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ എഴുതിയപ്പോൾ അവസാനം അദ്ദേഹം എഴുതിയൊരു വരിയുണ്ട്, റഹ്മത്തുൽ ലിൽ ആലമീൻ കേ ഹശ്ർ മേ മാനാ ഖുലേ. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അറിയാം റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന മുഹമ്മദ് നബിയുടെ മഹത്വം. ഞാൻ ഹിന്ദു ആണെങ്കിലും ഞാൻ മരിച്ചുപോയാൽ എന്റെ കൈ പിടിച്ചു കൊണ്ടുപോകാതിരിക്കില്ല എന്ന് അത്യാവേശത്തോടെ പറഞ്ഞ് കവിത എഴുതിയ അദ്ദേഹത്തിന്റെ പിൽക്കാല പരിണാമമാണ്. അവസാന ഘട്ടത്തിൽ അദ്ദേഹം വിശുദ്ധ വചനം ചൊല്ലുന്നത് വരെ ഹൈന്ദവ സഹോദരനായി തന്നെ ജീവിക്കുകയും പ്രവാചകന്റെ പ്രകീർത്തനം എഴുതുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു സ്നേഹപ്രപഞ്ചത്തെയാണ് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്. ലോകത്തുള്ള ഏതൊക്കെ സയൻസുകളുണ്ടോ എല്ലാം പ്രവാചകന്റെ പാഠശാലയിൽ കൊണ്ടുവരാം. ഇവിടെ ഏതൊക്കെ ദിനങ്ങളുണ്ടോ, ലോക മാതൃദിനം, എയ്ഡ്സ് ദിനം, അതുപോലെ തന്നെ പ്രകൃതി ദിനം, എല്ലാ ദിനത്തിനും പ്രവാചകന്റെ സന്ദേശങ്ങളുണ്ട്. അത് മാത്രം പ്രസംഗിക്കുന്ന CD ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലോകത്ത് ഏതൊക്കെ ദിനങ്ങളുണ്ടോ ആ ദിനങ്ങളെക്കുറിച്ച് മുഴുവനും പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനത്തിന് പ്രവാചകന്റെ വചനം പറയാനുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി ദിനത്തിന് പറയാനുണ്ട്. ലോക എയ്ഡ്സ് ദിനം വരുമ്പോൾ എയ്ഡ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല സന്ദേശം ഇസ്ലാമിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്. മാതൃദിനം വരുമ്പോൾ മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ശിശുദിനം വരുമ്പോൾ കുല്ലു മൗലൂദി യുലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്റാനിഹി. ഒരു മാതാപിതാക്കളുടെ കയ്യിലേക്ക് ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞ് നിർമ്മലമായ ചുറ്റുപാടിലാണ് ജനിച്ചു വീഴുന്നതെന്നും അവനെ സംസ്കാരിയും സംസ്കാരമില്ലാത്തവനുമാക്കുന്നത് മാതാപിതാക്കളാണെന്നും അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്താണ് മക്കളെന്നും അവരെ നല്ല വഴിയിൽ വഴി നടത്തണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ലോകത്ത് ഏത് ദിനമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ദിനത്തെക്കുറിച്ചെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാടുണ്ട്. ഏത് ദിനം പറഞ്ഞാലും, വാലന്റൈൻ ഡേ പറഞ്ഞാൽ അവിടെയും സ്നേഹം ധാർമ്മികമാകണമെന്ന് പറഞ്ഞു നേതാവ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, പക്ഷേ ധർമ്മത്തിന്റെ വഴിയിലായാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ത്യനാളിൽ പ്രകാശത്തിന്റെ സിംഹാസനങ്ങളുണ്ട്. എല്ലാ പുണ്യവാന്മാരും അതിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കും. അതാർക്കുള്ളതാണ്? ദൈവത്തിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് സ്നേഹം വേണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ലോകത്തുള്ള പ്രത്യേകത കൽപ്പിക്കപ്പെടുന്ന മുഴുവൻ ദിവസങ്ങളെയും എടുത്താൽ അവിടെയെല്ലാം തിരുനബിയുടെ ദർശനങ്ങൾ കാണാം. മാത്രമല്ല, ലോകത്തുള്ള മഹാന്മാരുടെ മുഴുവനും മഹത്വം എവിടെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിലൂടെയാണ് ലോകത്തുള്ള മഹാന്മാരുടെ മഹത്വം മുഴുവനും. ഇസ്ലാമിനെ സമകാലികമായി വായിച്ചെടുക്കുമ്പോൾ ഖുർആനിന്റെ ശാസ്ത്രീയ ദർശനങ്ങളെ അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അമൂല്യമാണ് ഹൃദ്യമായ ഇസ്ലാമിന്റെ ഇടപാട്. കാരണം എന്താ?
ഹൃദയത്തിന് സമാധാനം നൽകാൻ യൂറോപ്പിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? സാമ്പത്തികമായ ഉന്നതിയില്ലാത്തതിന്റെ പേരിലാണോ അമേരിക്കക്കാരനെന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. എന്തുകൊണ്ടാണ് ബറാക്ക് ഒബാമ അവിടുത്തെ സാമ്പത്തികമായ പരാധീനതകളെ പരിഹരിക്കാനാണ് ബോംബെയിൽ സന്ദർശനത്തിന് വേണ്ടി വന്നത്? ആയിരക്കണക്കിന് കച്ചവടക്കാരെയും കൊണ്ട് ഏറ്റവും നല്ലതുപോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കച്ചവടം ഉറപ്പിക്കാൻ വന്നു, അവിടുത്തെ സാമ്പത്തിക നില ത്വരിതപ്പെടുത്താനും രക്ഷപ്പെടുത്താനും. അത് പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആദ്യം ഡൽഹിയിൽ പോകാതെ ബോംബെയിൽ വന്നത്. കൂടെ 1000 നിപുണന്മാരായ ബിസിനസ്മാൻമാരെയും കൊണ്ടുവന്നത്. ഇതുപോലെ മൂന്നാംകിട രാജ്യങ്ങളോട് കച്ചവടം നടത്തുന്ന ഒന്നാംകിട രാജ്യങ്ങളും ഇന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു പേരിലാണ്? മനസ്സമാധാനമില്ല, ശാന്തിയില്ലാത്തതിന്റെ പേരിൽ, സമാധാനമില്ലാത്തതിന്റെ പേരിൽ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുഴുവനും ശാന്തിയുടെ തെളിനീര് നൽകുന്ന നേതാവാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ മുഴുവനും കാരുണ്യദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ. പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, മാതാക്കളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയട്ടെ, നമ്മുടെ അരിമ സന്താനങ്ങൾ ആത്മീയമായി വഴിയിൽ വരാനുള്ള അസ്ഥിവാരം എവിടെയാണ്? അവരെ കൈക്കൊമ്പിളിൽ കിടത്തിയിട്ട് പരിചരിക്കുന്ന പ്രായത്തിൽ തന്നെ സ്നേഹപ്രവാചകനായ പുണ്യനബിയെ പറഞ്ഞു കൊടുക്കണം. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥന്മാരും എല്ലാം വിശദീകരിച്ചു തരുമെന്ന് ബൈബിളിന്റെ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെയുടെ പേരും പ്രണയവും പറഞ്ഞു കൊടുത്താൽ അവിടെയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് പ്രവാചകൻ വരുന്നു. ആ മക്കളുടെ മനസ്സിലേക്ക് പ്രവാചകൻ നിന്നാലോ, പ്രവാചകനോട് പ്രണയമുള്ള ഒരാൾക്ക് വ്യഭിചാരത്തിലേക്ക് പോകാൻ പറ്റൂല. പ്രവാചകനോട് സ്നേഹമുള്ള ഒരാൾക്ക് മദ്യക്കോപ്പയിലേക്ക് പോകാൻ പറ്റൂല. പ്രവാചകനോട് സ്നേഹമുള്ള ഒരാൾക്ക് വഴിവിട്ട സഞ്ചാരത്തിന് പോകാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാ ഒരു പ്രവാചക ശിഷ്യൻ കടന്നു വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മതസ്സാഅതു യാ ഹബീബല്ലാഹ്, അന്ത്യനാൾ എപ്പോഴാണ് നബിയേ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, മാദാ അഅദത്ത ലഹാ, അന്ത്യനാൾ എപ്പോഴോ ആകട്ടെ, മായൻ കലണ്ടർ അനുസരിച്ചാകട്ടെ, അല്ലാത്ത കാഴ്ചപ്പാടുകൾ അനുസരിച്ചാകട്ടെ, 2020-ലാകട്ടെ, 2012 ലോകം അവസാനിക്കുമെന്ന് കൊട്ടിഘോഷിച്ച ചില ആളുകളുണ്ട്. എങ്ങനെയോ ആകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളതെന്താണ്? അപ്പോഴാണ് ആധ്യാത്മികതയുടെ മഹനീയ തലത്തിൽ നിന്ന് പുണ്യനബിയുടെ തിരുസവിധത്തിലേക്ക് വന്ന് അനുരാഗത്തിന്റെ ആത്മഭാഷ്യങ്ങളെ വേണ്ടതുപോലെ ഏറ്റെടുത്ത പ്രവാചക ശിഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ് ജാൻ ദേ ദോ ദേ ദീദാർ പർ ലുത്ഫോൻ കാ मोही जाएगा साइलो दामन सखी का दाम लो कुछ न कुछ इनाम हो ही जाएगा. എന്റെ ജീവൻ മുഴുവനും അവിടുത്തേക്ക് വേണ്ടിയാണ്. എന്റെ പ്രാണൻ അവിടുത്തെയുടെ പ്രണയത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ളതാണ്. എന്റെ ജീവൻ അവിടുന്ന് സമ്മാനമായി നൽകാനുള്ളത് അവിടുത്തെയോടുള്ള സ്നേഹത്തിന്റെ മുമ്പിലാണ്.
അതുകൊണ്ട് നബിയേ, ഞാൻ അന്ത്യനാളിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അവിടുത്തെയോടുള്ള സ്നേഹമാണ്. അപ്പോഴാണ് പുണ്യനബിയുടെ മറുപടി മറ്റൊന്നുമല്ല, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോടൊപ്പമാണ്. അൻത മഅ മൻ അഹ്ബബ്ത. നീ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയാണ് നിന്റെ പുനർജന്മം. നീ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയാണ് നിന്റെ നിയോഗം. പറുദീസയിൽ പോകുന്ന പ്രവാചകനെയാണോ പ്രണയിച്ചത്, നീ സ്വർഗസ്ഥനാണ്. നരകാഗ്നിയിലേക്ക് പോകുന്ന അബദ്ധസഞ്ചാരിയാണോ നീ സ്നേഹിച്ചത്, നീ അവനൊപ്പമാണ്. അതുകൊണ്ട് സ്നേഹം നീ വിശുദ്ധരോടൊപ്പമായാൽ അവിടെ വിജയിക്കാമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്നേഹാമൃതത്തെയാണ് പ്രപഞ്ചത്തിലൂടെ രൂപപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ടാണ് വീടിന്റെ മണിമുറ്റത്ത് പിടഞ്ഞുകൊണ്ട് വീഴുന്ന വീട്ടിലെ സേവകനായ സെയ്ദ് എന്ന് പറയുന്ന സേവക പരിചാരകന്റെ പ്രിയപ്പെട്ട മകൻ ഉസാമ എന്ന കുഞ്ഞുമോൻ വീട്ടിന്റെ മുറ്റത്ത് വീഴുകയാണ്. വീട്ടിലെ പരിചാരകനാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ് ഉസാമ. ആ ഉസാമ എന്ന ഓമന മകനേതാ മുറ്റത്ത് വീണിട്ട് പരിക്കുപറ്റിയിട്ട് രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ വേലക്കാരന്റെ മോനാണ്, സൗന്ദര്യത്തിന്റെ നേതാവ്, രാജ്യങ്ങളുടെ മുഴുവനും അവിടുന്ന് കിരീടം വെക്കാത്ത ഭരണാധികാരിയെ പോലെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർഡറിട്ടതല്ല, ഓ സെയ്ദ് മോനെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞതല്ല. ഓടിപ്പോയി ഓമന മോനെ എടുത്തിട്ട് ഒലിക്കുന്ന ചോരയുള്ള ഭാഗം സ്വന്തം കവിൾത്തടത്തിലേക്ക് ചേർത്തു വെച്ചിട്ട് സാന്ത്വനിപ്പിക്കുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുതാപത്തിന്റെ ആത്മശിലകളെയാണ് അടയാളപ്പെടുത്തിയത്. ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് കൊടുത്ത സന്ദേശം അതാ. അതുകൊണ്ട് മാനവികതയെ ഉൾക്കൊണ്ട് സമാധാനത്തിലധിഷ്ഠിതമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ പഠിപ്പിക്കുന്ന പുണ്യനബിയുടെ സന്ദേശം ആധുനിക യുഗത്തിൽ ഏതെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നവർ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു പ്രസ്താവന ഈ കാലത്തിന് പറ്റാത്തതാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് സമ്മാനമായി ലഭിച്ച പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തെടുത്ത് വെച്ചിട്ട് മോഡേൺ സയൻസിനെതിരാന്ന് പറയാൻ പറ്റൂല. ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. ഖുർആനിന്റെ ലക്ഷ്യം ശാസ്ത്രം പഠിപ്പിക്കലുമല്ല. മനുഷ്യന്റെ ഇടപെടുന്ന എല്ലാ മേഖലകളും സ്പർശിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ഉപവിഷയമായി ശാസ്ത്രത്തെ സമീപിക്കുന്നുണ്ട്. അല്ലാതെ ഖുർആനിന്റെ ലക്ഷ്യം E=mc² ഗുരുത്വാകർഷണ ബലവും പഠിപ്പിക്കലൊന്നുമല്ല. മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളെയും ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ അന്വേഷണം എവിടെ അവസാനിക്കുന്നുവോ അവിടെയാണ് ഖുർആനിന്റെ അസ്ഥിവാരങ്ങൾ അടയാളപ്പെടുത്തുന്നത്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് സയൻസ് വളർന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ എത്തിച്ചേരുന്ന യാഥാർത്ഥ്യങ്ങളാണ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. നിങ്ങൾ ആലോചിക്കുന്നില്ലയോ? ബയോളജിക്കൽ പഠനം നിങ്ങൾ നടത്തുന്നില്ലയോ? ആ പഠനം നടത്തിയാൽ അതിൽ നിന്ന് മുഴുവനും നിങ്ങൾക്ക് കിട്ടാനുള്ള ദൃഷ്ടാന്തം എന്താണ്? ഒട്ടകങ്ങൾ കണ്ടില്ലേ? എല്ലാ ജീവികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഗഹനമായി വിഷയത്തിലേക്ക് കടക്കാൻ ആരോഗ്യമുള്ള സദസ്സല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഖുർആൻ ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ.
ഇത് ദൈവത്തിന്റെ ഗന്ധമാണ്, പ്രപഞ്ചാധികാരിയുടെ സമ്മാനമാണ്. അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ കാണേണ്ടി വരുമായിരുന്നു. ഇവിടെ വൈരുദ്ധ്യങ്ങളില്ല, ഇവിടെ പരസ്പരം കൊമ്പുകോർക്കലുകളില്ല. മാനവികതയെ മുഴുവനും വിളിക്കുന്നത് പ്രാപഞ്ചികമായ വിചാരത്തിലാണ്. കാരണം കൊച്ചു വെളുപ്പാങ്കാലത്ത് സുബഹിയുടെ വാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസി മുസല്ലയിലേക്ക് എഴുന്നേറ്റു നിൽക്കുകയാണ്. അതല്ല, ഒന്നുകൂടി ആത്മീയമായി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ സുബഹിയുടെ മുമ്പേ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. പാതിരാ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയായ മനുഷ്യൻ പറയുന്നത് സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആകാശഭൂമികളിലേക്ക് നോക്കി, ആകാശത്തേക്ക് നോക്കിയിട്ട് പാതിരാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന മനുഷ്യൻ അവിടുന്ന് പറയുന്നത് സുബ്ഹാനക, പടച്ചവനെ നീ എത്ര മഹത്വമുള്ളവനാണ്. മാ ഖലഖത ഹാദാ ബാത്തിലാ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ നിന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുകയാണ്, എന്നെ നരകാവകാശിയാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വെളുപ്പാൻ കാലത്ത് എഴുന്നേൽക്കുന്ന വിശ്വാസിയുടെ മനസ്സ് അള്ളാഹുവിന്റെ സൃഷ്ടി രഹസ്യത്തിലേക്കാണ് പോകുന്നത്. ഇനി കൈകെട്ടിയിട്ട് നിന്നാലോ, നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. പടച്ചവനെ, ഞാനിവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിന് മുമ്പിലല്ല, ഏതെങ്കിലും ഒരു ചിന്തയുടെയോ കാഴ്ചപ്പാടിന്റെയോ മുമ്പിലല്ല. വജ്ജഹതു വജ്ഹി, ഞാൻ ഇവിടെ ലക്ഷ്യം വെച്ചു നിൽക്കുന്നത് ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ ഒരു മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച അധികാരിയുടെ മുമ്പിലാണ്. ഹനീഫൻ മുസ്ലിമാ, അന്യോന്യമായി അപാകതകളില്ലാതെ ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസൃതമായി ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ കൃത്യമായി ആകാശത്തെ പടച്ചവനെ. കാരണം എന്താ? ശൂന്യാകാശം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഉണ്ടാകുമോ? ശൂന്യ സാറ്റലൈറ്റുകൾ അയക്കാൻ ഒരിടമില്ലെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ടാകുമോ? ഇല്ല. നമ്മൾ വിചാരിക്കും മനുഷ്യൻ ഒരുപാട് വളർന്നുപോയി, കണ്ടില്ലേ മൊബൈൽ, കണ്ടില്ലേ ഇന്റർനെറ്റ്, കണ്ടില്ലേ വയർലെസ് സംവിധാനങ്ങൾ. ഇതിനെല്ലാം പറ്റുന്ന ഈ പ്രപഞ്ചത്തെ പാകപ്പെടുത്തിയതാരാണ്? മനുഷ്യൻ ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മരത്തിൽ നിന്ന് തേങ്ങ പറിച്ചിട്ട് അതിനെ തിരുകിയെടുത്തിട്ട് കല്ലിൽ വെച്ച് അരച്ചു. തോട്ടത്തിൽ നിന്ന് മുളക് പറിച്ചിട്ട് അതിന്റെ കൂടെ വെച്ചു കൊടുത്തു. കടലിൽ നിന്ന് ഉപ്പെടുത്തിട്ട് അതിന്റെ കൂടെ വെച്ചു കൊടുത്തപ്പോ ചമ്മന്തിയായി. ഇതുപോലെ മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഘടകങ്ങളെ കോർത്തിണക്കിയപ്പോൾ മൊബൈലായി. പ്രപഞ്ചത്തിലെ ഘടകങ്ങളെ കോർത്തിണക്കിയപ്പോൾ കമ്പ്യൂട്ടറായി. പ്രപഞ്ചത്തിലെ ഘടകങ്ങളെ കോർത്തിണക്കിയപ്പോൾ ഇന്റർനെറ്റായി. പ്രപഞ്ചത്തിലെ ഘടകങ്ങളെ കോർത്തിണക്കിയപ്പോൾ ടെക്നോ സംവിധാനങ്ങളായി. പ്രപഞ്ചത്തിലെ ഘടകങ്ങളെ കോർത്തിണക്കിയപ്പോൾ ചൊവ്വയായി. ചൊവ്വയിലേക്ക് പോകാനുള്ള ഉപകരണമായി. അല്ലാതൊന്നും ഒരു മനുഷ്യനും ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രപഞ്ചമെന്ന DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം വായിക്കുക. ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല. ഉള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയോജിപ്പിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഇത്തരം നിയമങ്ങളെ ഉണ്ടാക്കി തന്ന ആരാണ്? 2 ഹൈഡ്രജനും ഓക്സിജനും എടുത്തിട്ട് ഒരു തന്മാത്ര ജലം ഉണ്ടാക്കിയതല്ല മനുഷ്യൻ. ഉള്ള ജലത്തിൽ എന്താ ഉള്ളതെന്നാണ് നമ്മൾ പരിശോധിച്ചത്. ഉള്ള വെള്ളത്തിന്റെ ഘടകത്തിന് നമ്മൾ 2 പേരിട്ട് വിളിച്ചു എന്നേ ഉള്ളൂ.
അല്ല നമ്മൾ കുറെ ഹൈഡ്രജൻ ഓക്സിജൻ ഇറക്കുമതി ചെയ്തിട്ട് വെള്ളം ഉണ്ടാക്കി സമുദ്രത്തിലും കടലിലും കിണറ്റിലും ഒഴിച്ചതല്ല. ഇതുപോലെ ഇതിനെ മുഴുവനും സംവിധാനിച്ചത് ആരാണ്? ആ ദൈവത്തിന്റെ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഫത്തറ സമാവാതി വൽ-അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ ആ ദൈവത്തിന് പങ്കാളിയുണ്ടെന്ന് വിശ്വസിക്കുന്നയാളല്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ആരാധനയും എന്റെ പരിശ്രമവും, എന്റെ സാധനയും എന്റെ പരിശ്രമങ്ങളുമെല്ലാം ആ ലോകാധികാരിയായ അല്ലാഹുവിന്റെ മുമ്പിലേക്കുള്ള സമ്മാനമാണ് എന്നാണ് ഒരു വിശ്വാസി വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് നിന്ന് ആരാധന നടത്തുന്നതെങ്കിൽ ആ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് മുഴുവനും 16-ാം നൂറ്റാണ്ടിൽ കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെടുന്നത് വരെ ഭൂമി കേന്ദ്രമായൊരു പ്രപഞ്ചമാണ് സയൻസിനുണ്ടായിരുന്നതെങ്കിൽ അതിന് മുമ്പ് തന്നെ ഖുർആൻ പറഞ്ഞില്ലയോ, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഭൂമി കേന്ദ്രമായ ഒരു സൗരയൂഥ സിദ്ധാന്തത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഗോളങ്ങൾ ചലിക്കുന്നില്ല എന്ന് പറയുന്ന സയൻസിന്റെ ലോകത്ത് നിന്ന് എല്ലാം ചലിക്കുന്നുണ്ട് എന്ന സയൻസിന്റെ ലോകത്തേക്ക് വരുമ്പോഴും ഇനിയും സയൻസ് മാറിക്കൊണ്ടിരിക്കുമ്പോഴും പ്രകൃതിപരമായ കാഴ്ചപ്പാടുകളെല്ലാം സംവദിക്കുമ്പോഴും ഖുർആൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞത് എന്താണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ. ആരാണ് ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പ് പോലെയാക്കി തന്നത്? ലാറ്റോസ്ഫിയറും ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറും സയൻസ് ഇട്ട പേരാണ്. അതുണ്ടാക്കിയതാരാണ്? ഇത് മുഴുവനും ഉണ്ടാക്കിയതാരാണെന്നറിയുമോ? വഅൻസല മിനസ് സമാഇ മാഅ. ആകാശത്തുനിന്ന് വെള്ളം അവതരിപ്പിച്ച് മഴ നൽകിയതാരാണ്? ഫഖറജ ബിഹി മിനസ് സമറാത്ത്. ആ ജലം മണ്ണിലേക്ക് വീണപ്പോൾ കണ്ടില്ലേ, കട്ടിയുള്ള പാറയുടെയും ഗാഢതയുള്ള മണ്ണിന്റെയും ഇടയിൽ നിന്ന് ഊതിയാൽ ഒടിയുന്ന നാമ്പുകളാണ് വരുന്നത്. അതൊന്ന് തിരിച്ചു കുത്താൻ പറ്റൂല. അത്രയും ഊതിയാൽ ഒടിഞ്ഞു പോകുന്ന നാമ്പിനെ കട്ടിയുള്ള മണ്ണിന്റെ അടിയിൽ നിന്ന് മുളപ്പിച്ചു കൊണ്ടുവരുന്നതാരാണ്? ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ. ആ ദൈവത്തിന് നിരക്കാത്ത വിശ്വാസം പുലർത്താൻ പാടില്ല. ആ ദൈവത്തിന് മറ്റേതെങ്കിലും സങ്കല്പങ്ങൾ വെച്ചുകൂടാ. ആ ദൈവത്തെ നിങ്ങൾ നിർമ്മലമായി ആരാധിക്കണം എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നതെങ്കിൽ ആ പരമമായ സത്യത്തിന്റെ പ്രഖ്യാപനമാണ് ഖുർആൻ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. What's all lovely dark and deep type of promises to keep. Miles to go before I sleep and miles to go before I sleep. കാരണം സുന്ദരമാണ്, വിഷയം വിശാലമാണ്, ഗീതകം പാടാൻ നേരമില്ല എന്ന് ഇംഗ്ലീഷ് കവി പറഞ്ഞതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇനിയും ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതുണ്ട്, അടുത്ത ട്രെയിനിന് പോകേണ്ടതുള്ളത് കൊണ്ട് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിക ദർശനം, വിശുദ്ധമായ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രീയ സത്യങ്ങളെ ഉൾക്കൊള്ളുകയാണ്. എല്ലാ ബ്രാഞ്ചും എല്ലാ ശാഖകളും പരിശുദ്ധമായ ഖുർആൻ സ്പർശിക്കാതെ പോയിട്ടില്ല. എന്നാൽ അറിയുമോ, ഈ മതത്തിന്റെ ആളുകൾ വിജയിക്കണമെങ്കിൽ, ഈ ആദർശത്തിന്റെ വക്താക്കൾ വിജയത്തിന്റെ മേഖലയിലേക്ക് വരണമെങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ഐ
വിശ്വാസത്തിൽ അങ്ങേറ്റത്തെ ദാർഢ്യതയുള്ളവർക്കേ വിജയിക്കാൻ കഴിയൂ. ഇസ്ലാമികമായൊരു സംസ്കാരത്തിന്റെ ജീവിതം നമുക്കുണ്ടാകണം. പുണ്യനബി മഹാനാണെന്ന് പറഞ്ഞാൽ പോരാ, തിരുചര്യകൾ പാലിക്കണം. ഖുർആൻ ഉന്നത ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ പോരാ, അത് പാരായണം ചെയ്യണം, അത് പുലർത്തണം. അള്ളാഹുവിലുള്ള വിശ്വാസം സയന്റിഫിക്കായി ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ മനസ്സുകളിൽ രൂഢമൂലമാകണം. അപ്പോഴേ ഇതിനൊക്കെയും പ്രജനനമുണ്ടാവുകയുള്ളൂ, നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിന്റെ അംശങ്ങളായ വിശ്വാസി സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം പറയട്ടെ, നമ്മുടെ സംസ്കാരം നിയന്ത്രിക്കേണ്ടത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളായിരിക്കണം. എന്താണ് ഞാൻ സ്പെൽ ചെയ്യേണ്ടത്? ഖുർആൻ പറയട്ടെ, ഹദീസ് പറയട്ടെ, പുണ്യനബി പഠിപ്പിക്കട്ടെ. ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ പറയേണ്ടത്, എൻ്റെ ജീവിതത്തിൽ പുലർത്തേണ്ടത്? അതെല്ലാം ഇസ്ലാമിന്റെ ഭാവത്തിലേക്ക് മാറുമ്പോഴാണ് ലാ യുമിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. ഞാൻ കൊണ്ടുവന്ന ഒന്ന് ഓരോരുത്തരുടെയും താല്പര്യമായി മാറുമ്പോഴേ അവരുടെ വിശ്വാസം സമ്പൂർണമാകൂ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ, പുണ്യനബിയുടെ ഇഷ്ടം ഇസ്ലാമിലുള്ള ഒരു സഹോദരി അവളുടെ ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് നടക്കലാണ്. അതാണ് പുണ്യനബിക്ക് ഇഷ്ടം. അതെന്റെയും ഇഷ്ടമാകുമ്പോഴേ ഞാൻ സമ്പൂർണമായി മുസ്ലിമാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം ഞാൻ പലിശ വാങ്ങാതിരിക്കലാണ്. എന്റെയും ഇഷ്ടം അങ്ങനെ ആകുമ്പോഴേ ഞാൻ യഥാർത്ഥ മുസ്ലിമാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരാൻ പാടില്ല എന്നാണ്. അത് നമ്മുടെയും ഇഷ്ടമാകുമ്പോഴേ പുണ്യനബിയുടെ അനുയായിയാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം അന്യന്റെ സ്വത്ത് അപഹരിക്കരുതെന്നാണ്. അത് പാലിക്കുമ്പോഴേ ഞാൻ നബിയുടെ അനുയായിയാകൂ. എത്ര തിരക്കുണ്ടായാലും 5 നേരം നിസ്കരിക്കണം. ആ നിസ്കാരത്തെ പോലെ മൂല്യമുള്ള മറ്റൊരു ആരാധനയില്ല. അതാണ് എൻ്റെ നേതാവിന്റെ താല്പര്യം. അതെന്റെയും താല്പര്യമാകുമ്പോഴേ ഞാൻ ഈമാനുള്ളവനാകൂ. എന്റെ മകൾക്ക് ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടാകണം. അതാണ് മുത്തുനബിയുടെ ദർശനം. അതുണ്ടാകാൻ ഞാൻ താല്പര്യപ്പെടുമ്പോഴേ ഞാൻ മുത്തുനബിയുടെ അനുയായിയായി മാറൂ. എന്റെ മകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം. അവൾ നല്ല പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഒക്കെ കരസ്ഥമാക്കണം. ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷേ ആത്മീയമായ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അവരുടെ ആത്മീയ രക്ഷയ്ക്കുള്ളതാണ്. അത് അനിവാര്യമായും നൽകുമ്പോഴേ നബിയുടെ അനുയായിയായി മാറൂ. ഇതുപോലെ നമ്മുടെ താല്പര്യങ്ങൾ പ്രവാചക താല്പര്യങ്ങളോട് ഈക്വലായി വരുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി മാറുക. അങ്ങനെ മാറിയ ഒരു സമുദായമാണ് ആമിനൂ കമാ ആമനന്നാസ്. സ്വഹാബികൾ എന്ന് പറയുന്നത് അവർക്കാണ്. പ്രവാചകന്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടമായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനിഷ്ടം അവരുടെയും അനിഷ്ടമാണ്. പ്രവാചകന് താല്പര്യമില്ലാത്തത് അവർക്കും താല്പര്യമില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സമുദായമാണ് മഹാന്മാരായ സ്വഹാബികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഉന്നത വിഭാഗമാക്കിയവരെ മാറ്റിക്കളഞ്ഞു. അതുപോലെ എത്ര മോഡേണിസം പറഞ്ഞാലും ഇതിനപ്പുറം ഒരു ഹിയർ ആഫ്റ്റർ ലൈഫ് ഉണ്ട്. ആ ലോകത്ത് വിജയിക്കണോ, ഒന്നാമതായി നമ്മുടെ മനതലത്തിലേക്ക് ഇസ്ലാമിക ദർശനത്തിന്റെ ഭംഗി വരട്ടെ. പ്രിയപ്പെട്ട സഹോദരീ, നീ കലാലയത്തിൽ പോയി വിജ്ഞാനം തേടുന്നവളാകാം. പക്ഷേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണോ?
ഉച്ചയ്ക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുമ്പോൾ നിസ്കാരം നിർബന്ധമാണ് മോളെ. വൈകുന്നേരമായപ്പോൾ അസറിന്റെ വാങ്ക് കേട്ടു, നിർബന്ധമാണ് മോളെ. എന്റെ മോള് +2 പഠിക്കുന്നത്. അതുകൊണ്ട് എന്റെ മോക്ക് നിസ്കാരമൊന്നും ഇല്ലാന്ന് വാപ്പ വിചാരിക്കേണ്ടതില്ല. എന്റെ മകൾക്ക് ഒരു നേരത്തെ നിസ്കാരം ഖളായെങ്കിൽ ആ ദിവസം അവള് മരിച്ചുപോയാൽ ആ നിസ്കാരത്തെ കുറിച്ച് പരലോകത്ത് വിചാരണയുണ്ടെന്ന ബോധം വരുമ്പോഴാണ് നമ്മുടെ ഈമാനാകുന്നത്. എന്റെ അരിമ മകൾ കൊച്ചു വെളുപ്പാങ്കാലത്ത് സുബഹിയുടെ സമയത്ത് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ സന്തോഷിക്കുകയല്ല വേണ്ടത്, വേദനിക്കുകയാണ് വേണ്ടത്.